എവർക്കും നമസ്കാരം. നമുക്ക് താഴെയിരിക്കാം. ഇനി നമുക്ക് ഗുരുവന്ദനം ചെയ്യാം. അടുത്തത് പ്രാണധ്യാനം. അടുത്തത് നാഡീശുദ്ധി പ്രാണായാമം. വരൂ, നമുക്ക് നമ്മുടെ അകത്തുള്ള ലോകത്തേക്ക്, നമ്മുടെ ആന്തരാകാശത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. നമ്മിലെ നന്മ തിന്മകളെ ഒന്നോർത്തു നോക്കാം. പതിയെ പതിയെ നമ്മുടെ രൂപമൊന്നോർക്കാം. അതിനകത്തെ ജീവനെയും ഒന്നോർക്കാം.
ആ ജീവന്റെ പ്രതിഫലനമാകുന്ന നമ്മുടെ വ്യക്തിത്വത്തെയും ഒന്ന് ഓർത്തു നോക്കാം. ഇനി പതിയെ നമ്മുടെ അമ്മയച്ഛന്മാരെ, ഗുരുക്കന്മാരെ, സഹോദരങ്ങളെ, ഇണയെ, മക്കളെ, സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, ശിഷ്യരെ ഓരോരുത്തരെയായി ഓർക്കുക. ഇന്നത്തെ ദിനം വരെ നാം അവർക്കായി നൽകിയ സന്തോഷങ്ങളെത്ര, ദുഃഖങ്ങളെത്ര, അവരോട് തോന്നിയ കാരുണ്യമെത്ര, നമ്മിലെ നന്മയും തിന്മയും ഇനി ഒരിക്കലും അവരെ ആരെയും നോവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അതുപോലെ അവരോരോരുത്തരുടെയും നന്മകളും തിന്മകളും അവരുടെ തന്നെ ഭാഗമാണെന്ന് കണ്ടറിയാനും അവയ്ക്കതീതമായി അവരെ സ്നേഹിക്കാനും കഴിയണമെന്ന് നമുക്കാശിക്കാം. പതിയെ നമ്മുടെ അയൽപക്കക്കാരെ, പരിചയക്കാരെ, ഇടപാടുകാരെ ഒക്കെയൊക്കെ ഓർക്കുക. അവരുടെ നന്മകളെ സന്തോഷത്തോടുകൂടിയും തിന്മകളെ ശാന്തതയോടുകൂടിയും മാത്രമേ ഉൾക്കൊള്ളൂ എന്ന് മനസ്സിലുറപ്പിക്കാം. നമ്മുടെ നോക്കോ വാക്കോ പ്രവൃത്തിയോ വസ്തുവോ ഉപകരണമോ വളർത്തുമൃഗമോ വാഹനമോ ഒന്നുകൊണ്ടും അവർക്കാർക്കും ഒരു നോവുമുണ്ടാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അരികിലും വിദൂരതയിലുമുള്ള സർവ മനുഷ്യ ജന്തുജാലങ്ങളും നമ്മുടെ ബന്ധുക്കളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവരിൽ നിന്നു വാങ്ങിയും അവർക്കുള്ളത് കൊടുത്തും അന്യോന്യ ജീവിതം നയിച്ചും മാത്രമേ നമുക്കും തലമുറകൾക്കും കഴിയാനാകൂ എന്നതും നമുക്ക് തിരിച്ചറിയാം. എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണെന്ന സത്യത്തെ
നമുക്ക് അംഗീകരിക്കാം. ഇനി നമുക്ക് തിരികെ വരാം. ബോധത്തോടെ, സ്നേഹത്തോടെ, ബന്ധുത്വത്തോടെ, ധൈര്യത്തോടെ നമ്മുടെ സാധാരണ ചിന്തകളിലേക്ക്, തുടർന്നുള്ള ജീവിതത്തിലേക്ക് പതിയെ പതിയെ കൊട്ടകർവ് ചെയ്യുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുക.
വിശ്വവന്ദനം, സയോഗ മാതൃക. ഗുരുവന്ദനം. സഹസ്രാരം, ഉന്നാഹതം, സ്വാദിഷ്ഠാനം, അതലം, ഇടുപ്പ്, സുതലം, കാൽമുട്ട്, രസതലം, നെരിയാണി, പാതാളം, ഭൂമി, മഹാതലം, പാദം, തലാതലം, കാൽവണ്ണ, വിതലം, തുട, മൂലാധാരം, മണിപൂരകം, വിശുദ്ധി, സഹസ്രാരം, സത്യലോകം, കർണം മുമ്പിലേക്ക് നോക്കിയിട്ട് മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, വലത്തോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, ഇടത്തോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, മുമ്പോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം,
അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഇനി ഗുരുവന്ദനം. ആത്മവന്ദനം, ഭൂമിവന്ദനം, ആകാശവന്ദനം, വിശ്വവന്ദനം, സത്യലോകവന്ദനം, വിശ്വവന്ദനം, ഗുരുവന്ദനം. മുദ്ര. ജാമ്യതി പഠിക്കാത്ത ഒരു കൊച്ചു കുഞ്ഞിന് ഈ വര ഒഴുകി ഒഴുകി ചെന്ന് തുടങ്ങിയയിടത്ത് തന്നെ തീരുന്നത് കാണുമ്പോൾ വിസ്മയമുണ്ടാകുക തന്നെ ചെയ്യും. പള്ളിയും പള്ളിക്കൂടവും ഈ വിസ്മയത്തെ ഒരു കാലത്ത് നമ്മിൽ നിന്നും പറിച്ചെറിഞ്ഞതാണ്. ഈ വിസ്മയത്തെ എവിടെയും എപ്പോഴും കാണാനുള്ള ബാല്യം തിരികെ നേടുമ്പോൾ നാം പ്രകൃതി തന്നെയാണെന്നറിയുന്നു. വർഗീസേട്ടൻ ഇത് അവതരിപ്പിച്ചതാണോ ഇതിനു മുമ്പ്? ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇല്ലല്ല. ഒരിക്കൽ കൂടെ വായിക്കാം. ജാമ്യതി പഠിക്കാത്ത ഒരു കൊച്ചു കുഞ്ഞിന് ഈ വര ഒഴുകി ഒഴുകി ചെന്ന് തുടങ്ങിയ ഇടത്ത് തന്നെ തീരുന്നത് കാണുമ്പോൾ വിസ്മയമുണ്ടാകുക തന്നെ ചെയ്യും. പള്ളിയും പള്ളിക്കൂടവും ഈ വിസ്മയത്തെ ഒരു കാലത്ത് നമ്മിൽ നിന്നും പറിച്ചെറിഞ്ഞതാണ്. ഈ വിസ്മയത്തെ എവിടെയും എപ്പോഴും കാണാനുള്ള ബാല്യം തിരികെ നേടുമ്പോൾ നാം പ്രകൃതി തന്നെയാണെന്നറിയുന്നു. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവിതത്തില് മുതിർന്നു കഴിഞ്ഞപ്പോ കൂട്ടത്തെ മൂലയ്ക്ക് വെച്ചവരാണ് നമ്മൾ. കുട്ടികൾക്ക് എന്ത് കാണുമ്പോഴും വിസ്മയമാണ്. അതിന്റെ ആഹ്ലാദത്തിമിർപ്പിലായിരിക്കും അവർ. നാം അങ്ങനെ ആഹ്ലാദമുണ്ടാകുന്ന ഒരു കാര്യം കാണുമ്പോൾ അതിനനുസരിച്ച് തുള്ളിച്ചാടാൻ നിൽക്കാറില്ല. കാരണം നമ്മൾ പക്വത വന്നവരാണ്. പക്വത വന്നാലും വന്നില്ലെങ്കിലും പക്വത വന്നവരാണെന്ന് നമ്മളെ സ്വയം ബോധിപ്പിക്കുന്നവരാണ്. പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളെയും കണ്ണു തുറന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലെല്ലാം ഒരുപാട് വിസ്മയങ്ങളുണ്ട്.
അത് പണ്ട് നമ്മുടെ ഏട്ടനോ ചേച്ചിയോ അയൽപക്കത്തെ ഒരു അങ്കിളോ ഒക്കെ കളിക്കുന്ന സമയത്ത് മുറ്റത്ത് ഒരു കുറ്റി തറച്ചു വെച്ചിട്ട് അതിനു ചുറ്റും ഒരു കയറ് കെട്ടി അതിനു ചുറ്റും ഒരു കയറ് കെട്ടി അതിലൊരു കുണുക്കിട്ട് അതിന്റെ തുമ്പത്ത് ഒരു വടി കുത്തി വെച്ച് ഇങ്ങനെ വരച്ച് നീങ്ങുന്ന സമയത്ത് ഉണ്ടായി വന്ന ഒരു വൃത്തം നമ്മളിൽ ഒരുപാട് വിസ്മയമുണ്ടാക്കിയിട്ടുണ്ടാവും. അത് കണ്ടു നിന്നപ്പോ നമുക്ക് ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ഒരു ഇന്ദ്രജാലക്കാരനെ കാണുമ്പോഴുള്ള ഒരു ഭാവത്തിൽ നമ്മൾ നോക്കി നിന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് പ്രകൃതിയിലെ പല സംവിധാനങ്ങളെയും നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ളത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളിലും സംവിധാനങ്ങളിലും നമ്മെ പ്രയോഗിച്ച് നമ്മളെ തന്നെ അതിനകത്തേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടാണ് നാം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ബോധ്യപ്പെടേണ്ടത്. അങ്ങനെയാണ് പ്രകൃതി നമ്മെ പരിശീലിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് പ്രാകൃതികമായ പ്രതിഭാസങ്ങളെ നാം ബോധ്യപ്പെടുത്തുന്നത്. നടക്കാൻ പഠിച്ചതും വർത്തമാനം പറയാൻ പഠിച്ചതും ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചതുമൊക്കെ അത്തരത്തിലാണ്. എന്നാൽ അതെല്ലാം എസെൻഷ്യൽ സ്കിൽസ് ആണ്. അതിനുമപ്പുറത്ത് ജീവിതത്തെ പ്രകൃതിയുമായി ഇന്ററാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ധർമ്മങ്ങളുണ്ട്. പിടിച്ചു കയറാനുള്ള ശേഷി, ഭക്ഷണം നേടാനുള്ള ശേഷി, ഇങ്ങനെ ഒരുപാട് ശേഷികൾ നമുക്ക് പ്രകൃതി നൽകിയിട്ടുണ്ട്. പക്ഷെ പിടിച്ചു നിന്നതിന് ശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് പിടിച്ചു കയറുമ്പോൾ ഉടനെ വീട്ടിലുള്ളവർ പറയും, അരുത്, മറിഞ്ഞു വീഴും. നമ്മൾ അവിടെ നിൽക്കും. അതോടുകൂടി പിടിച്ചു കയറാനുള്ള, എന്തിലും പിടിച്ചു കയറാനുള്ള നമ്മുടെ ആർജവം, ആ ഒരു ഫാക്കൽറ്റി തന്നെ അടിയോടെ വെട്ടിക്കളയാണ് അവർ ചെയ്യുന്നത്. നമ്മൾ മണ്ണിൽ നിന്നും ഒരു സാധനത്തെ എടുത്ത് വായിലിടാൻ ഒരുങ്ങുമ്പോൾ, പ്രകൃതിയിൽ നിന്നും ഒരു കാര്യത്തെ എടുത്ത് തിന്നാൻ ഒരുങ്ങുന്ന സമയത്ത് അത് രോഗമുണ്ടാക്കും, കീടങ്ങളുള്ളതാണ് എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ ശാസിച്ചിട്ടുണ്ട്. എന്നിട്ട് പകരം ഭക്ഷണം എന്ന് പറയുന്നത് റെഫ്രിജറേറ്ററിൽ നിന്നും എടുത്തു വെച്ച് ചൂടാക്കിയ ഒരു സാധനമാണ് എന്ന രൂപത്തിൽ നമ്മെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ബോർമയില് എവിടെ നിന്നറിയാതെ വന്നു വെച്ചിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നിറം കലർന്ന മധുര പലഹാരങ്ങൾ കണ്ണാടിക്കൂട്ടിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അത് ഉത്തമ ഭക്ഷണമാണെന്ന രീതിയിൽ അവർ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് കഴിച്ച് അതാണ് ഭക്ഷണമെന്നും ഭക്ഷണത്തിന്റെ ഉറവിടം ബോർമയിലെ കണ്ണാടിക്കൂടാണെന്നും നാം ധരിച്ചിട്ടുണ്ട്. നമ്മൾ പ്രകൃതിയുമായി ഇന്ററാക്ട് ചെയ്യുന്നത്, അതിൽ നിന്നും നാം നേടേണ്ടുന്ന പല കാര്യങ്ങളെയും, പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളെയും നേരിട്ട് ബോധ്യപ്പെടാനുള്ള ആ ബാല്യത്തിൽ ആധുനികതയുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ എടുത്തു കളഞ്ഞിട്ടുണ്ട്. മതങ്ങളാകട്ടെ പള്ളിക്കൂടങ്ങളാകട്ടെ നമ്മെ സ്വാഭാവികമായ നമ്മുടെ ബോധ്യപ്പെടലിലേക്ക്, പ്രകൃതിയുമായിട്ടുള്ള ഇന്ററാക്ഷനിലേക്ക് നമ്മളെ എത്താൻ സമ്മതിക്കാതെ വിലങ്ങുതടിയായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പല അറിയേണ്ടുന്ന അവസ്ഥകളും അനുഭവങ്ങളും അറിവുകളും ആകസ്മികങ്ങളും മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അവയിലൊക്കെ തന്നെ നമ്മളിൽ ഓരോരുത്തരും നമ്മളുടെ പാകത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ചെറിയ ഊടുവഴികളും ലൂപ്പ് ഹോളുകളൊക്കെ കണ്ടിട്ട് അതുവഴി വെളിയിലേക്ക് പോയി നമ്മൾ ചിലതൊക്കെ സ്വായത്തമാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്വത്വത്തിന്റെ അനന്യത അല്ലെങ്കിൽ യുണീക്നെസ് എന്ന് പറയുന്നത്. അങ്ങനെ സ്വായത്തമാക്കിയപ്പോൾ നമ്മുടെ കണ്ണിൽ തെളിഞ്ഞു നിന്ന ഒരു അഗ്നിയുണ്ട്. നമ്മുടെ തലയ്ക്കകത്ത് ഉണ്ടായ വലിയൊരു വെളിച്ചമുണ്ട്. അതാണ് ജീവിതത്തിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കുള്ള കൂടുതൽ ബോധ്യങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവുക. ആ ബോധ്യം ഇന്നും ചിലപ്പോൾ അത് ഒരു ബോധ്യമായിരിക്കാം. ആ ഒരു ബോധ്യത്തിന്റെ ആ ഓർമ്മയെ ഇന്നും ഉള്ളിൽ വെക്കുന്നവർക്കാണ് ജീവിതത്തിൽ ഇടയ്ക്കിടെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അവയിൽ അഭിരമിക്കാനും ആ വിസ്മയത്തെ കണ്ടുകൊണ്ട് വീണ്ടും സന്തോഷത്തോടെ നിൽക്കാനും കഴിയുക. എപ്പോഴാണ് നമുക്ക് മുന്നിൽ കാണുന്ന ഒരു കാര്യത്തെ ഒരു കൊച്ചു കുഞ്ഞിന്റെ കൗതുകത്തോടെ തുറന്നു വെച്ചുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുക, അന്നാണ് നമ്മൾ പ്രകൃതി എന്തെന്ന് ബോധ്യമാവുക.
നാം ആരാണെന്ന് ബോധ്യമാവുക, നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ കൃത്യമായിട്ട് അറിയാൻ കഴിയുക. ഞാൻ ആദ്യം പറഞ്ഞ ചിത്രത്തിൽ കാണുന്ന രീതിയിലുള്ള ആ ഒരു വൃത്തം, ഒരു കോമ്പസസ് വെച്ച് വരയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒരു കുറ്റി ഉപയോഗിച്ച് വരയ്ക്കുന്നതോ ആയിട്ടുള്ള ആ ഒരു വൃത്തം എന്ന് പറയുന്നത് തുടങ്ങിയടുത്ത് തന്നെ ഒടുങ്ങുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ്. ഈ തുടക്കവും ഒടുക്കവും നാം ഉണ്ടാക്കിയതാണെന്നും അതിനു മുമ്പും ആ വൃത്തം അവിടെ ഉണ്ടെന്നും ഇത്തരത്തിലാണ് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെന്നും നമുക്ക് ബോധ്യമായാൽ ആ ബോധ്യത്തെയാണ് നാം പെന്റാക്കു എന്ന പേരിട്ട് വിളിക്കുന്നത്. ജീവിതത്തിൽ ഒരിടത്ത് പെന്റാക്കുവിനെ കണ്ട് ബോധ്യമാകാനും അതിന്റെ ആ അവസ്ഥയെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാനും കഴിഞ്ഞാൽ ആ കാഴ്ച വീണ്ടും 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 പ്രകൃതിയിൽ കാണാനാവും നമുക്ക്. ആ വിസ്മയമാണ് നമുക്ക് പ്രകൃതിയെ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ, അതിനനുസരിച്ച് അനുരൂപപ്പെടാൻ നമ്മെ പാകപ്പെടുത്തുക. നാം പ്രകൃതി തന്നെയാണെന്നറിയുന്ന ആ ഒരവസ്ഥ, നമ്മളും പ്രകൃതിയും വേറിട്ടതല്ല എന്നറിയുന്ന ഒരവസ്ഥ, അതിനകത്താണ് നാം നിൽക്കുന്നതെന്നും അത് നമ്മെ സംരക്ഷിക്കുന്നു എന്നുള്ളതും അറിയുന്ന ഒരവസ്ഥ, അതിനെ ഭയപ്പെടേണ്ടതില്ലെന്നും അതാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്നറിയുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിലേക്ക് നാം തിരികെ എത്തുമ്പോൾ നാം പ്രകൃതി തന്നെയാണെന്നറിയുന്നു. ഈ തിരികെ എത്തുന്നു എന്നുള്ള പ്രയോഗം ഞാൻ എടുത്തു പറയാൻ കാര്യം, ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ ആകാശത്തേക്ക് ഇട്ടു നോക്കൂ, അത് കൈകൊട്ടി ചിരിക്കുകയാണ് ചെയ്യുക. ഭയം ഉണ്ടാവില്ല, അതിന് വീഴ്ചയെക്കുറിച്ച് അതിന് ആകുലതയില്ല. നാം തിരിച്ചു പിടിക്കുമെന്നുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന്റെ ഭാഷാപരമായ ഒരു അവസ്ഥ പോലും ആ കുഞ്ഞിനുണ്ടാവില്ല. താഴെ വീഴുമെന്നുള്ള ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ആഹ്ലാദിക്കാൻ കഴിയും. ഈ വിധത്തിലൊരു ആഹ്ലാദം, പ്രകൃതിയുടെ സുരക്ഷയിൽ അഭിരമിച്ചു നിൽക്കാനുള്ള ഒരു ആഹ്ലാദം നമുക്ക് കണ്ടെത്താനായാൽ നാം പ്രകൃതി തന്നെയാണെന്നറിയും. പെന്റാക്കുവിന്റെ തിരിച്ചറിവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പെന്റാക്കുവിന്റെ വിസ്മയം ചുറ്റുപാടിൽ നിന്നും കണ്ടറിയാനുള്ള ആ തുറവി നമ്മൾ ഉണ്ടാകുമ്പോൾ നാം പ്രകൃതി തന്നെ ആയിരിക്കുന്നു. അങ്ങനെ ആയിരിക്കാൻ എന്നും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രവേശകധ്യാനം. ഞാനാകുന്നു. ഞാനിപ്പോൾ സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ വിശ്രമത്തിലാണ്. അമ്മയുടെ ഗർഭപാത്രത്തിലെന്നതുപോലെ സുരക്ഷിതമായി ഞാൻ ഭൂമിയോട് ചേർന്നിരിക്കുകയാണ്. ഞാൻ ഭൂമിയോട് ഗുരുത്വപ്പെട്ടിരിക്കുന്നു. എനിക്ക് ആധാരമായതിനോടെല്ലാം ഞാൻ ഗുരുത്വപ്പെട്ടിരിക്കുന്നു. എന്റെ മാതാവിനോട്, എന്റെ പിതാവിനോട്, എന്റെ ജീവകുലത്തിനോട്, എന്റെ ഭൂമിയോട്, എന്റെ ഗുരുപരമ്പരയോട് ഞാനിതാ ഗുരുത്വപ്പെട്ടിരിക്കുന്നു. നന്ദിയിലൂടെ, സ്നേഹത്തിലൂടെ
പരിഗണനയിലൂടെ, സമർപ്പണത്തിലൂടെ, സ്വീകാര്യതയിലൂടെ, വിധേയത്വത്തിലൂടെ പഞ്ചഗുരുത്വങ്ങളോടും ഗുരുത്വപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പഞ്ചഗുരുത്വങ്ങളോടും ഗുരുത്വപ്പെട്ടിരിക്കുമ്പോൾ ഇപ്പോൾ എന്റെ ശരീരം വിശ്രമത്തിലാണ്. എന്റെ മനസ്സും വിശ്രമത്തിലാണ്. എന്റെ അവയവങ്ങളെല്ലാം അയഞ്ഞിരിക്കുന്നു. എന്റെ ചിന്തകൾ ശാന്തമായിരിക്കുന്നു. എന്റെ വികാരങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. എന്റെ ഞാൻ ബോധം അഴിഞ്ഞുപോകുന്നു. എന്റെ അകത്തേക്കും പുറത്തേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണശ്വാസത്തെ ഞാൻ അറിയുന്നു. പുറത്ത് എല്ലാം ചലിപ്പിക്കുന്ന പ്രാണനെ ഞാൻ അറിയുന്നു. അകത്ത് എന്നിൽ ചലനമാകുന്ന പ്രാണനെ ഞാൻ അറിയുന്നു. ഗുരുത്വപ്പെട്ടിരിക്കുമ്പോൾ എന്റെ മാതാവും എന്റെ പിതാവും എന്റെ ജീവകുലവും എന്റെ ഭൂമിയും എന്റെ ഗുരുവും എന്നിലെ ചലനത്തിന് ഭൂമികയാകുന്നു. എന്നിൽ ചലനമാകുന്നതെന്തോ, എന്നിൽ ഗുരുത്വമാകുന്നതെന്തോ, ഞാൻ അറിയുന്നതെന്തോ, ഞാൻ അറിയാത്തതെന്തോ, ഞാൻ തേടുന്നതെന്തോ, അത് ഞാനാകുന്നു. എന്റെ പ്രാണൻ അത് ഞാനാകുന്നു. എന്റെ പ്രാണതാളം അത് ഞാനാകുന്നു. ഞാനാകുന്ന പ്രാണതാളത്തിൽ എന്റെ രൂപത്തെ ഞാൻ അറിയുന്നു. അതിനകത്തെ അവയവങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ കലകളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ കോശങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ജീവനെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ദ്രവ്യകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ഊർജകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ബോധകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ആനന്ദകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ശുദ്ധബോധത്തെ ഞാൻ അറിയുന്നു. ഞാൻ രൂപമാകുന്നു. ഞാൻ അവയവങ്ങളാകുന്നു. ഞാൻ കലകളാകുന്നു. ഞാൻ കോശങ്ങളാകുന്നു. ഞാൻ ജീവനാകുന്നു. ഞാൻ ദ്രവ്യകണങ്ങളാകുന്നു. ഞാൻ ഊർജകണങ്ങളാകുന്നു. ഞാൻ ബോധകണങ്ങളാകുന്നു. ഞാൻ ആനന്ദകണങ്ങളാകുന്നു. ഞാൻ ശുദ്ധബോധമാകുന്നു. അത് ഞാനാകുന്നു. ബോധമാണ് സർവം എന്ന് ഞാൻ അറിയുന്നു. എന്താണെന്നറിയുന്നുവോ അത് ഞാനാകുന്നു. എന്താകണമെന്ന് ആശിക്കുന്നുവോ ഞാനതാകുന്നു. എന്താണെന്ന് ചിന്തിക്കുന്നുവോ ഞാനതാകുന്നു. എന്താണെന്ന് പറയുന്നുവോ അത് ഞാനാകുന്നു. ഞാൻ എവിടേക്ക് ശ്രദ്ധിക്കുന്നുവോ എന്റെ ബോധം അവിടെയാകുന്നു. എന്റെ ബോധം എവിടെയോ എന്റെ ധർമ്മം എവിടെയാകുന്നു. എന്റെ ധർമ്മം എവിടെയോ എന്റെ ജീവചൈതന്യം അവിടെയാകുന്നു. എന്റെ ജീവചൈതന്യം എവിടെയോ എന്റെ രൂപകൽപ്പന അവിടെയാകുന്നു. എന്റെ രൂപകൽപ്പന
എങ്ങനെയോ എന്റെ സാക്ഷാത്കാരം അതാകുന്നു. എന്റെ സാക്ഷാത്കാരം എങ്ങനെയോ അത് ഞാനാകുന്നു. ഞാൻ എന്റെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുകയാണ്. ഇപ്പോൾ എന്റെ ശ്രദ്ധ ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ ധർമ്മം ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ ജീവചൈതന്യം ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ രൂപകൽപ്പന ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ സാക്ഷാത്കാരം ശരീരത്തിലാണ്. അത് ഞാനാകുന്നു. ഞാൻ എന്റെ ശരീരം മുഴുവനായും ശ്രദ്ധിക്കുകയാണ്. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ ശരീരം അകത്തും പുറത്തും സുന്ദരമായിരിക്കുന്നു, മൃദുവായിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്നതുപോലെ ശുദ്ധരൂപത്തിൽ ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നു. എന്റെ ശരീരം അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാം വിധം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ അകത്തും പുറത്തും സുന്ദരവും മൃദുവും ശുദ്ധവും ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്ന എന്നിലെ അവയവങ്ങളിലൂടെ എന്റെ ശ്രദ്ധ യാത്ര ചെയ്യുന്നു. കാൽവിരലുകളിലൂടെ, പാദങ്ങളിലൂടെ, കണങ്കാലുകളിലൂടെ, തുടകളിലൂടെ, അരക്കെട്ടിലൂടെ, നട്ടെല്ലിലൂടെ, ഉദരത്തിലൂടെ, നെഞ്ചിലൂടെ, ആന്തരാവയവങ്ങളിലൂടെ, കഴുത്തിലൂടെ, ശിരസ്സിലൂടെ, മൂർധാവിലൂടെ എന്റെ ശ്രദ്ധ യാത്ര ചെയ്യുന്നു. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ അവയവങ്ങളെല്ലാം അകത്തും പുറത്തും സുന്ദരമായിരിക്കുന്നു, മൃദുവായിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്നതുപോലെ ശുദ്ധരൂപത്തിൽ ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നു. എന്റെ അവയവങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാം വിധം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തെ മുഴുവനായും ശ്രദ്ധിക്കുകയാണ്. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ ജീവിതം അകത്തും പുറത്തും സുന്ദരമായിരിക്കുന്നു, മൃദുവായിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്നതുപോലെ ശുദ്ധരൂപത്തിൽ ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നു. എന്റെ ജീവിതം അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാം വിധം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ അകത്തും പുറത്തുമുള്ള സർവവും സുന്ദരവും മൃദുവും ശുദ്ധവും ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നതിൽ എന്റെ മാതാവിനോടും എന്റെ പിതാവിനോടും എന്റെ ജീവകുലത്തിനോടും എന്റെ ഭൂമിയോടും എന്റെ ഗുരുപരമ്പരയോടും ധർമ്മമാർഗേ ഞാൻ ഗുരുത്വപ്പെട്ടിരിക്കുന്നു. ഈ പഞ്ചഗുരുത്വങ്ങളുടെ ഗർഭപാത്രത്തിൽ എന്നതുപോലെ ഞാൻ സുരക്ഷിതമായിരിക്കും. പഞ്ചഗുരുത്വങ്ങളിൽ വേരൂന്നി നിന്നുകൊണ്ട് എന്റെ ശിരസ്സും കൈകളും ഉയർത്തി തന്നതെല്ലാം സ്വീകരിക്കുവാൻ എനിക്ക് കഴിയുന്നു. ഇനി വേണ്ടതെല്ലാം അർത്ഥന ചെയ്തു നേടുവാൻ എനിക്ക് കഴിയുന്നു. ഏതു പരിസരത്തും ഏതു വേഗത്തിലും സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ എനിക്ക് കഴിയുന്നു. ഞാൻ ബോധമാകുന്നു, ഞാൻ ശുദ്ധിയാകുന്നു, ഞാൻ സമൃദ്ധിയാകുന്നു, ഞാൻ അറിവാകുന്നു.
ഞാൻ സുരക്ഷയാകുന്നു. ഞാൻ ഗുരുത്വമാകുന്നു. ഞാൻ വിജയമാകുന്നു. ഞാൻ നന്മയാകുന്നു. ഞാൻ നന്മയാകുന്നു. ഞാൻ നന്മയാകുന്നു. അത് ഞാനാകുന്നു. അത് ഞാനാകുന്നു. അത് ഞാനാകുന്നു. തിരികെ വരാം. കൃഷ്ണകുമാരേട്ടനുണ്ടോ അവിടെ? ഉണ്ട്. പറയട്ടെ. വളരെ നല്ലൊരു വിഷയമായിരുന്നു ഇന്ന് കൈകാര്യം ചെയ്തിരുന്നത്. പെന്റാക്കു എന്ന പദം മുമ്പൊരിക്കൽ കേട്ടിട്ടുണ്ട് ഇവിടെ തന്നെ വെച്ച്. പക്ഷേ നമ്മൾ ചെറുപ്പകാലത്തിലെ ആ വിസ്മയം അത് നഷ്ടപ്പെടുന്ന നമ്മുടെ ആധുനിക വിദ്യാഭ്യാസ രീതിയും ആധുനിക ജീവിത രീതിയും ഒക്കെ അത് നഷ്ടപ്പെടുന്നതൊക്കെ വളരെ ഗൃഹാതുരത്വം ഉയർത്തുന്ന പല ഓർമ്മകളിലൂടെയും കൊണ്ടുപോയി. ഒന്ന് ചെറുപ്പത്തില് പണ്ട് ഓണത്തിന് ഊഞ്ഞാലിടുന്നുണ്ട്, വലിയ ഊഞ്ഞാലിട്ട ആ മൂപ്പര് ആദ്യത്തെ ഉണ്ടയിടുക എന്ന് പറയും, വലിയൊരു ആദ്യ തണുത്ത കാറ്റൊക്കെ നെഞ്ചത്ത് തട്ടുന്നുണ്ട്. ഒരു ഭയവും ഒരു വിസ്മയവും ഒക്കെ ഉള്ള ആ അനുഭൂതിയൊക്കെ പിന്നീട് ഒരിക്കലും കിട്ടിയിട്ടില്ല. അതുപോലെ ചെരുപ്പിടാതെ നടക്കുമ്പോൾ സ്കൂളിൽ പോയിട്ട് ഉച്ചയ്ക്ക് വരുന്നുണ്ട്, ചുട്ടുപഴുത്ത കല്ലിന്റെ ഇടയ്ക്കൂടെ ചില തണുത്ത പുൽക്കൊടികൾ ഇങ്ങനെ നിൽക്കും, അതിന്റെ പുറത്ത് ചവിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു തണുപ്പ്, ആ ഒരു അനുഭൂതി അങ്ങനത്തെ. അതുപോലെ തണുപ്പ് കാലത്ത് കുളത്തിൽ കുളിക്കാൻ ചെല്ലുന്നുണ്ട്, ഇങ്ങനെ ആവി പറക്കുന്ന പോലെയൊക്കെ ആ തണുപ്പിലേക്ക് എടുത്ത് ചാടുമ്പോഴുള്ള അത് ഒരു പരിധി വരെ നമ്മുടെ പാട്ടൂരെ പുഴയിൽ ചാടുമ്പോൾ കിട്ടും ചില സമയത്തൊക്കെ. അത് അങ്ങനെ വിദ്യാഭ്യാസവും ആധുനിക രീതികളും നമ്മളിൽ നിന്ന് അടർത്തിയെടുത്ത പല പല അനുഭൂതികളും വിസ്മയങ്ങളും എല്ലാം ഇനിയത്തെ തലമുറയ്ക്കൊന്നും അത് അറിയാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞൊരു ദിവസം തന്നെ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പം അന്ന് സന്തോഷ് പറഞ്ഞിരുന്നു, പാടൂർ വന്നപ്പം ചെരുപ്പില്ലാതെ നടക്കാൻ. അതൊക്കെ വളരെയധികം ആരോഗ്യത്തിന് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ ഭൂമിയായിട്ടൊരു ബാരിയർ കൊണ്ടുവന്ന ഒരു ചെരുപ്പെന്നുള്ള വസ്തു കൂടെ അങ്ങനെ വേർപെടുത്തുന്നു. അതുപോലെ കൃത്രിമമായിട്ട് റിവേഴ്സ് ഓസ്മോസിസ് ചെയ്ത വെള്ളങ്ങൾ കുപ്പി നിറച്ചു തരുന്നു. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും വളരെ നല്ലൊരു ഓർമ്മപ്പെടുത്തലും അറിവും തന്ന ഒരു പ്രഭാഷണമായിരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, വർഗീസ് ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം നമ്മള് പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ പലതും നമ്മൾ കാണുന്നുണ്ടെങ്കിലും നമ്മൾ അതിനെപ്പറ്റി വലുതായിട്ട് കെയർ ചെയ്യാറില്ല. പക്ഷെ അതിനെ ഇതുപോലുള്ള ചില സംഗതികൾ നമ്മൾ ഒരു വൃത്തം വരച്ച സമയത്ത് അതെങ്ങനെ ആ ഒരു സെയിം പോയിന്റിൽ എത്തി എന്നുള്ളത്, അതുപോലെ തന്നെ അതുപോലെ തന്നെയുള്ളതാണ് ബാക്കി എല്ലാ മാത്തമാറ്റിക്സ് ആണെങ്കിലും അരിത്തമാറ്റിക് ജോമെട്രി ആണെങ്കിലും കാൽക്കുലസ് ആണെങ്കിലും എല്ലാം ഇത് സയൻസ് കണ്ടുപിടിച്ചോ എന്നുള്ള ഒരു രീതിയിലല്ല കാണേണ്ടത്. അതെല്ലാം അവിടെ ഉണ്ടായിരുന്നതാണ്. നമ്മൾ പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളെ തിരിച്ചറിയുന്ന ഒരു നിമിഷം വരുന്ന അത്ഭുതങ്ങളാണ് ഇതെല്ലാം. അപ്പൊ നമ്മളത് അങ്ങനെയുള്ള പ്രകൃതിയുടെ പ്രതിഭാസങ്ങളായിട്ട് കാണുന്നതിന് പകരം ജിയോമെട്രിയും കാൽക്കുലസും ആയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസമാണ്. അപ്പൊ അത് പലതും ഇതുകൂട്ട് തന്നെ പല പ്രതിഭാസങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അത് അതിന്റെ ചാക്രികയിലൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് എവിടെ തുടങ്ങിയോ അവിടെ തന്നെ അവസാനിച്ചു എന്നുള്ള, അപ്പൊ തുടക്കം എടുക്കും എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അതിനെ കണ്ട് ശീലിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ തുടക്കത്തെ ഒടുക്കത്തെ അന്വേഷിച്ചു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാകണം. അതുപോലെ തന്നെ എത്രയോ പ്രതിഭാസങ്ങൾ പ്രകൃതിയിലുണ്ട്.
നമ്മൾ ഇപ്പൊ ഒരു ആൽമരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ആൽമരത്തിന്റെ അതിന്റെ കുരുവിനെ നോക്കിയാൽ മതി. അത് നമുക്ക് കാണാൻ പോലും പറ്റാത്ത ഒരു മണ്ണരിയെക്കാട്ടിലും വളരെ ചെറിയ കുരുവാണ് ആലിന്റെ. ആ ഒരു ചെറിയ കുരുക്കിന്റെ അകത്തുനിന്ന് അതിനകത്തുള്ള ഒരു സെല്ലിൽ നിന്നാണ് ഇത്രയും ഇത് വളർന്നു വരുന്നത് എന്നുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി വിസ്മയിപ്പിക്കുന്ന സംഗതികൾ പ്രകൃതിയിലുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ അതിനെ സയൻസിലൂടെ ഒരു വേറൊരു ഇതായിട്ട് നമ്മൾ അതിനെ കാണാൻ ശ്രമിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. നമ്മൾ ശരിക്കും പ്രകൃതി എന്നുള്ളത് പ്രകൃതിയിലൂടെ തന്നെ മനസ്സിലാക്കുക, അത് പ്രതിഭാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ പെൻഡാക്കു എന്നുള്ളത് പലയിടത്തും പല ഇതിലും നമുക്ക് ദർശിക്കാൻ കഴിയും. അത് അതിനായിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധ ചെലുത്തി തുടങ്ങി കഴിഞ്ഞാൽ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വളരെ നല്ലൊരു പ്രഭാഷണമായിരുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം പെൻഡാക്കു എന്ന് പറയുന്ന ഒരു പ്രകൃതി പ്രതിഭാസത്തെ കുറിച്ച് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എങ്കിൽ എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കുന്ന സമയങ്ങളിൽ മാത്രം ഒരു പ്രതിഭാസം എന്നുള്ളതാണ്. അപ്പോ എല്ലാവരും സംസാരിച്ചതുപോലെ നമ്മള് പ്രകൃതിയുടെ ചെറിയ ചെറിയ അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ഇടപെടലിൽ നമുക്ക് അനുഭവமான ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ആ ഒരു ഏകദാനത അല്ലെങ്കിൽ പൊരുത്തമാകൽ, പ്രകൃതിയുമായുള്ള ഒരു ഐക്യപ്പെടൽ സംഭവിക്കുന്നത് നമ്മൾ പലപ്പോഴായിട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെയും ഓർമ്മകളായിട്ട് മാത്രം നമ്മൾ പലപ്പോഴും സൂക്ഷിച്ചു വെച്ച് പിന്നീട് എപ്പോഴെങ്കിലും സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും പ്രകൃതിയുമായിട്ടൊരു കണക്ട് ചെയ്യപ്പെടൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഓർമ്മകളായിട്ട് സൂക്ഷിക്കുന്നതിന് പകരം അതിനെ എപ്പോഴും ശ്രദ്ധിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യത്തിലും ഈ ഒരു പെൻഡാക്കു എന്നുള്ള പ്രതിഭാസത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് കൂടുതൽ ബോധ്യപ്പെട്ടത്. അപ്പോ നമുക്കെല്ലാവർക്കും ആ ഒരു എന്തായാലും നമ്മുടെ ഈ ശേഷികൾ ഈ പറയുന്നത് പോലെ പ്രകൃതിയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തതുമായിട്ടുള്ള ചില ശേഷികൾ നമുക്കുണ്ട്. അപ്പോ ആ ഒരു ശേഷികൾ പ്രകൃതി നൽകിയിട്ടുള്ളത് നമ്മുടെ തുലനത, നമ്മുടെ ബാലൻസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോ ആ ഒരു ലാഗിങ് ഇടയ്ക്ക് നമുക്ക് ഉണ്ടാകാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ആ വാർത്തപ്പെടലിന്റെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം ചെയ്യലിന്റെ ഘട്ടങ്ങളിലൊക്കെയും നമുക്ക് നഷ്ടമായി പോയ മറ്റെന്തൊക്കെയോ അതിന്റെ ഇടയിലേക്ക് കയറി വന്ന് നമുക്കും പ്രകൃതിക്കും ഇടയിലൊരു മറ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു മറ നീക്കി നമുക്ക് പ്രകൃതിയിലേക്ക് വരാനുള്ള അനുഭവങ്ങൾ എപ്പോഴും നമുക്ക് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വരുന്ന അനുഭവങ്ങളൊക്കെയും പ്രകൃതിയുമായിട്ട് പൊരുത്തപ്പെടാൻ പ്രകൃതി തന്നെ നൽകുന്ന അടയാളങ്ങളാണ്. അപ്പൊ അത് ബോധ്യപ്പെട്ട് അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ആകെയും നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോ ഈ പ്രകൃതിയുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു പ്രവണതയെ പ്രേരിപ്പിക്കുന്ന ആ ഒരു പ്രതിഭാസത്തെ നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാനും അതിനെ എപ്പോഴും തിരിച്ചറിയാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു സെഷനായിരുന്നു. ആ വൃത്തമാകൽ നമ്മുടെ ആ ഒരു ജീവിതത്തിന്റെ പരിണാമം നമ്മളൊക്കെ പരിണമിച്ച് വരുമ്പോഴും വീണ്ടും പ്രകൃതിയുമായി പൊരുത്തപ്പെടുക എന്ന വൃത്തത്തിലേക്ക് നമ്മൾ ചേർത്ത് നിർത്തപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാകുന്ന സമയത്ത് ആ ഒരു കൃതജ്ഞത നമുക്ക് ഉള്ളിൽ നിറയുന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിരൂപണങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. അവിടെയാണ് അവസാനിപ്പിക്കേണ്ടത്.